കൺമണി പീഡനക്കേസിലെ പ്രതി അഭിജിത്തിനെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. പ്രതി രാഷ്ട്രീയ പ്രമുഖരുടെയും അബ്കാരികളുടെയും ഗുണ്ടാ തലവനായതുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള അന്വേഷണം വേണമെന്ന് കൺമണിയുടെ കുടുംബം. തെളിവെടുപ്പിൽ പ്രതിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസ് ഇടപെടാതിരുന്നതും ചർച്ചാ വിഷയമാക്കി സർക്കാർ. റിമാൻഡിന് മുൻപ് കൂടുതൽ തെളിവെടുപ്പിനും മൊഴിയെടുക്കാനും പ്രതിയെ അജോ ജോൺസന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്യാങ്ങിന് കൈമാറുമെന്നും കമ്മീഷണർ അനിൽകുമാർ അറിയിച്ചു. ഷെരീഫ്, ഞാനെത്തി. അരമണിക്കൂർ. കൺമണി കേസിലെ FIR ഒരു ചെറിയൊരു തിരുത്തുണ്ട്. നോക്കിക്കോണേ. ഓക്കെ, ശരി. ഉച്ചയ്ക്കത്തെ ഭക്ഷണം ബാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. മമ്മി വൈകിട്ട് വിളിക്കാൻ വരാവേ. ഇച്ചായ നോക്കി പോണേ. ശ്രദ്ധിച്ചോ ഷെരീഫേ. നീ ഒരു കാര്യം ചെയ്യും, ആ ഫയലേ നമ്മളെ പ്രദീപ് സാറിന് കൈമാറിക്കോ. ഞാൻ അങ്ങോട്ടേക്ക് വാങ്ങാം. ഓക്കെടാ. എന്താ ഈച്ചായ, കൺമണി കേസിലെ കേസന്വേഷണവും തെളിവെടുപ്പൊന്നും ഇനിയും കഴിഞ്ഞില്ലേ? എടിയേ, ഇങ്ങനെയുള്ള കേസുകളൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് നൽകിയാലേ പിന്നെ വലിയ നൂലാമലകളാണ് അതൊക്കെ. എൻ്റെ ഇച്ചായ, ആ CA പോസ്റ്റിലിരിക്കുമ്പോൾ വീട്ടിലിടയ്ക്കിടയ്ക്ക് കാണാനെങ്കിലും കിട്ടിയിരുന്നു. ഇതിപ്പോൾ എന്നെ വേണ്ട, മോളെയും വേണ്ട. എടിയേ, ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നിന്റെ ചാച്ചൻ എനിക്ക് നിന്നെ കെട്ടിച്ചു തന്നത്. അല്ലാതെ പ്രേമിച്ചിട്ടല്ല. അല്ല ഇച്ചായ, മിന്നു കെട്ടിയിട്ടേ 12 വർഷമായി. SI പോസ്റ്റിലായിരുന്നപ്പോൾ തിരക്കോട് തിരക്ക്. അതിൽ നിന്ന് പ്രമോഷൻ കിട്ടിയപ്പം അതിലും തിരക്ക്. ഇതിപ്പതാ ഇൻവെസ്റ്റിഗേഷനാന്നും പറഞ്ഞ് വീട്ടിലേക്ക് വരാൻ പോലും സമയമില്ല. പീണങ്ങലടി പെണ്ണേ, നിനക്ക് പേഷ്യന്റ് കൂടുമ്പോ നീയും തിരക്കിലാവല്ലേ? നീ വലിയൊരു ഡോക്ടർ. ഇച്ചായൻ എന്ത് പറഞ്ഞാലും മറുപടിയുണ്ട്. അല്ല പിന്നെ ഇച്ചായൻ ഡോക്ടറായിട്ട് ഞാൻ പോലീസാവണമായിരുന്നു, അപ്പോൾ കാണായിരുന്നു. ഒരു വക പറഞ്ഞ അനുസരിക്കൂല. എടി കൊച്ചേ, പോയി കിടന്നുറങ്ങിക്കേ. കുറേ നേരമായി ഫോണിൽ കളിക്കുന്നു. പൊന്നൂസേ, പോയി കിടന്നുറങ്ങിക്കോ. എൻ്റെ ഇച്ചായ, നമ്മുടെ നാട്ടിലെ എന്തോരം കൊച്ചുങ്ങളാ പീഡിപ്പിക്കപ്പെടുന്നത്. ഇത്രയും അധികാരികളും പോലീസും ഉണ്ടായിട്ട് എന്നതാ ഒരു കാര്യം? എൻ്റെ കർത്താവേ, ഇതിനൊരു അറുതി വേണ്ടേ? പിന്നെയോ ഈ പ്രതികളൊക്കെ ചെറുപ്പക്കാരും. ഇവരാണെങ്കിൽ കേസ് അന്വേഷിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടാലോ? കാശുള്ളവരാണെങ്കിൽ ജാമ്യത്തിന് പുറത്തിറങ്ങും. അതല്ലാത്തവരാണെങ്കിൽ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് തിന്ന് കൊഴുത്ത് 2-3-4 വർഷം കഴിഞ്ഞ് അവരും പുറത്തിറങ്ങും. ഇതൊക്കെ എന്നാ നിയമോ എൻ്റെ ചായ? അതൊക്കെ ശരിയാ എൻ്റെ ചായ. ഇവന്മാരൊക്കെ എന്നാ വേണമെന്നറിയോ? വെടിവെച്ചു കൊല്ലണം. അല്ല പിന്നെ മസിലും പെരുപ്പിച്ച് പോലീസാന്നും പറഞ്ഞ് നടക്കുക. പോലീസ് യൂണിഫോമേ തേച്ച് ഞാൻ മടുത്തു. ഷാലുവേ, ഈ നാട്ടിലെ കോടതി നിയമമൊക്കെ ഉണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. എന്നാ നിയമം അയച്ചായ? നമ്മൾ കൊച്ചിന്റെ പ്രായമുള്ള എന്തോരം കൊച്ചുങ്ങളാ അവിടെ ഇവിടെയായിട്ട് പീഡിപ്പിക്കപ്പെടുന്നത്. എന്നിട്ടോ ആ കേസിലെ പ്രതികളെ മുഴുവൻ പിടിക്കുകയും ചെയ്യും, ജയിലിൽ അടയ്ക്കുകയും ചെയ്യും, നല്ലോണം ഫുഡും കൊടുക്കും. ഇതല്ലേ എന്നും ഉണ്ടാവണേ? കുറേ നിയമങ്ങളും കുറേ പോലീസുകാരും. കഷ്ടമുണ്ട് ചായ. കുറേ ഇൻവെസ്റ്റിഗേഷനും അന്വേഷണവും നാണോ ഇല്ലല്ലോ. ഇതൊക്കെ ആലോചിക്കുമ്പം ടെൻഷൻ അയച്ചായ. നമുക്ക് നമ്മുടെ മോള് വലുതായി വരില്ലേ? എടി, ഞാനൊരാൾ വിചാരിച്ചാലൊന്നും ഈ നാട്ടിലെ നിയമം വ്യവസ്ഥയൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇച്ചായനൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കൊച്ചിന്റെ പ്രായമല്ലേ ഉള്ളൂ. ഇച്ചായൻ ഇപ്പം കേസ് അന്വേഷിക്കുന്ന ആ കൊച്ചിന് അല്ലേ? നമ്മുടെ കൊച്ചിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിലോ? ഇച്ചായൻ പോലീസായിട്ട് ചിന്തിക്കാതെ ഒരപ്പനായിട്ട് ചിന്തിക്ക്. ഇച്ചായൻ ഇതിനെങ്ങനെ പ്രതികരിക്കും? പറ. ഞാനേ ഇച്ചായൻ ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. ദേ, ഇതൊന്ന് കണ്ടു നോക്കിയേ.
ഇച്ചായ? ഇങ്ങനെയുള്ള നിയമമൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ വേണ്ടത്. ജോക്കർ അന്തിമ നിയമം നടപ്പിലാക്കുന്ന കാലൻ. പിച്ച് ചിന്തിയ കുഞ്ഞനുജിത്തിമാർക്ക് വേണ്ടി ആയുധമെടുത്ത മുഖമൂടിക്കാരൻ. ഒരുപക്ഷെ ഇയാൾ നിയമപാലകനായിരിക്കാം, അല്ലെങ്കിൽ ഒരച്ഛനായിരിക്കാം. ജോക്കറിന്റെ വിധികൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഇനി എന്താ ഈ കഥയിൽ നിനക്ക് പറയാനുള്ളത്? സാറേ പറയടാ, ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? പറ, കേൾക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ സാറേ, ആദ്യം പോലീസ് ഓഫീസിലാണ് ഞാൻ പറഞ്ഞേ, പിന്നെ അതുക്കു മേലെ പറഞ്ഞേ. എന്തിനാ സാറേ എന്നോട് കൊണ്ടുവന്നേ? പിന്നെ പറയാനുള്ളതൊക്കെ സാറിൻ്റെ ഈ കിണപ്പന്മാരോടൊക്കെ ഞാൻ പറഞ്ഞ സാറേ. എന്താ സാറേ പറയണ്ടേ? സാറ് ചോദിക്കേ. സാറിൻ്റെ കീഴ് ഓഫീസർമാരോടൊക്കെ SI CI പറഞ്ഞതാ സാറേ, പറഞ്ഞതാ. സാറ് ചോദിക്കേ, ഞാൻ പറയാം. കൺമണി 10 വയസ്സാ, സുന്ദരി കുട്ടി. അതാ സാറേ, 10 വയസ്സായ കുട്ടിക്ക് വികാരമില്ലേ? സാറ് കൊടുത്ത FIR സാറ് കൊടുത്ത കേസും സാറ് കോടതിയിൽ ഹാജരാക്കി സാറേ. ബാക്കി ജഡ്ജി പറയും. കൂടിയ ഒരു 10 കൊല്ലം. അത് കഴിഞ്ഞായിരുന്നു സാറേ. അതല്ലേ നിയമം. കൺമണി കേസ് കൊടുത്തിട്ടുണ്ട് സാറേ. ഞാൻ ഇറങ്ങി വരും സാറേ. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ചവിട്ടിക്കൂട്ടും ഞാൻ. സാർ, പോലീസ് എനിക്ക് ബിരിയാണിയും ജ്യൂസും വാങ്ങി കൊടുത്തില്ലേ? കൊടുത്തു സാർ. ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. സാറേ, നാളെ എന്താ ഇവനെ കോടതിയിൽ ഹാജരാക്കണം. നമുക്കൊന്ന് പെരുപ്പിച്ചാലോ? എന്താ സാറേ, സാറിനെ കൊല്ലോ? കൊല്ലു സാറേ, സാറിനെ കൊല്ലു സാറേ. സാറിന് പറ്റില്ല, സാറിനെ കൊല്ലാൻ പറ്റില്ല. സാറേ, ബിരിയാണി വാങ്ങി തന്നില്ലേ, ജ്യൂസ് വാങ്ങി തന്നില്ലേ? പരിഗണിക്ക് സാറേ. സാറിൻ്റെ നിയമത്തിനും കോടതിക്കൊന്നും എന്നെ ഒരു ചൊക്കും ചെയ്യാൻ പറ്റില്ല. കൊല്ലു സാറേ,
കൊല്ലണല്ലേ? കൊല്ല് സാറേ, കൊല്ല്, കൊല്ല് സാറേ. കൺമണി, കൺമണി, കൊല്ലണല്ലേ സാറേ? സാറേ, ഞാനൊരു കഥ പറയാം സാറേ. ഈ കൊത്തിവെച്ച പൊതിഞ്ഞു വെച്ച ഈ കൺമണി, ഈ കൺമണിയുടെ അഴക് എന്താ സാറേ? 15 വയസ്സ്, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. കൺമണി, കൊല്ല് സാറേ. പറ്റില്ല സാറേ, അതാണ് നിയമം. കൊല്ല് സാറേ. സാറേ, ഷരീഫേ, ഞാനൊരു അച്ഛനല്ലേ?